അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മർക്കസ് മത വൈജ്ഞാനിക സമുച്ചയം 48 വർഷം പിന്നിടുമ്പോൾ മർക്കസിന് ഒരുപാട് ചരിത്രങ്ങൾ ഓർക്കാനുണ്ട്. വരൂ, നമുക്ക് ആ മനോഹരമായ മർക്കസിന്റെ കാഴ്ചകൾ കാണാം. മെയിൻ ക്യാമ്പസിന്റെ ചുറ്റുവട്ടത്തുള്ള സ്ഥാപനങ്ങളാണ് ഈ ബോർഡിലൂടെ കാണുന്ന ഓരോ പേരുകളും. ഇതാണ് ആയിരങ്ങൾ സംബന്ധിക്കുന്ന മർക്കസിലെ പള്ളി. നമുക്ക് ഈ പള്ളിയുടെ വിവരണങ്ങൾ അറിയാം. ഈ ബോർഡിലൂടെ കാണാം ഇതിന്റെ പള്ളിയുടെ പേര്. 1982 നിർമ്മിച്ച ഈ പള്ളി. താഴെ ഇവിടെ ഈ പള്ളിക്ക് ചെലവ് കൊടുത്ത, ഈ പള്ളി നിർമ്മിക്കാനുള്ള സഹായം ചെയ്ത ആളുടെ പേര് കൊടുത്തിട്ടുണ്ട്. അസാറാത്ത് സയ്യിദ് അഹമ്മദ് തൈബി. ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്തത് സുൽത്താൻ ഉൽമയാണ്. ഈ തൂണുകൾക്കും ചരിത്രം പറയാനുണ്ട്. മുൻകഴിഞ്ഞു പോയ മഹാന്മാർ, ഔലിയാക്കൾ പലരും ഈ പള്ളിയിൽ വന്ന് നിസ്കരിച്ചവരാണ്. മഹാനായ സീം വലിയുള്ളാഹി തങ്ങൾ സുജൂദ് ചെയ്ത സ്ഥലത്തും കൂടിയാണ് മർക്കസ് നിർമ്മിച്ചിട്ടുള്ളത്. 1978 ഏപ്രിൽ 18 സ്ഥാപിതമായ മർക്കസ്, ചുരുങ്ങിയ വിദ്യാർത്ഥികൾ കൊണ്ട് തുടങ്ങിയ ആ മർക്കസ് ഇന്ന് പടർന്ന് പന്തലിച്ച് കേരളത്തിനും പുറത്തുമുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ മർക്കസ് വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണമാണ് കാശ്മീരിലെ കുട്ടികൾക്ക് വേണ്ടി നിർമ്മിച്ച ഈ സ്ഥാപനം. എമിറേറ്റ്സ് ഹൗസ് ഫോർ കാശ്മീരി സ്റ്റുഡൻസ്, അതായത് കാശ്മീരിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രം മർക്കസ് വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംരംഭം. ഈ കാണുന്നതാണ് മർക്കസിൻ്റെ പ്രധാന കെട്ടിടമായ മർക്കസ് ദീവാൻ. നിക്കാഹിൻ്റെ ദിവസം കൂടിയാണ്. മർക്കസിലെ മനോഹരമായ കാഴ്ചകൾ കാണാൻ വേണ്ടി നാടിൻ്റെ വിവിധ ദിക്കുകളിൽ നിന്നും ആളുകൾ ഇവിടെ വരാറുണ്ട്. പ്രത്യേകിച്ചും ഷെയ്ഖുനെ കാണാനും. മർക്കസിൻ്റെ മെയിൻ ഓഡിറ്റോറിയം, ആയിരങ്ങൾ സംബന്ധിക്കുന്ന മജ്ലിസുകൾ ഇവിടെയാണ് നടക്കാറുള്ളത്. അഹ്ദലിയ തുടങ്ങിയ മജ്ലിസുകൾ ഇവിടെ വെച്ചാണ് സംഘടിപ്പിക്കാറുള്ളത്. ഇതാണ് മർക്കസിൻ്റെ സെൻട്രൽ ലൈബ്രറി. അതിലേക്ക് പ്രവേശിക്കുന്ന മുമ്പ് ഇതിൻ്റെ എൻട്രൻസ് ഭാഗത്തുള്ള ഈ ഒരു കാഴ്ചകൾ കണ്ടോ. മഹാനായ സുൽത്താൻ ഉൽമ ഉസ്താദ് അവറുകൾക്ക് വിവിധ രാജ്യങ്ങളിൽ നിന്നും ലഭിച്ച സ്വീകരണങ്ങളാണ്. അതിൻ്റെ ഭാഗമായി കിട്ടിയ ട്രോഫികളാണ് ഇവിടെ കാണാം. മലേഷ്യയിൽ നിന്നും കിട്ടിയ ഒരു പഴയകാല ട്രോഫി. ഈ അലമാരയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്തെന്നറിയോ? ഈ കാണുന്ന അലമാരക്കുള്ളിലെ കിതാബുകൾ സുൽത്താൻ ഉൽമ രചിച്ച കിതാബുകളാണ്. ഉസ്താദ് അവറുകൾ രചിച്ച കിതാബുകൾ മാത്രം ശേഖരണമാണ് ഇവിടെ കാണാം. മുഅല്ലഫത്ത് ഷെയ്ഖ് അബൂബക്കർ ഈ കാണുന്ന അലമാരയിലുള്ളത്. നമുക്ക് ലൈബ്രറിയിലേക്ക് കടക്കാം. വിശാലമായ ലൈബ്രറി സൗകര്യം, അത്യാധുനിക രീതിയിലുള്ള സംവിധാനങ്ങളാണ്. വിശാലമായ സെൻട്രൽ എസിയോടുകൂടിയുള്ള മക്തബ. മർക്കസിൻ്റെ പ്രധാന സംവിധാനങ്ങളിലൊന്നായ വാട്ടർ പ്ലാനറ്റിലേക്കാണ്. ഈ കാണുന്ന ഓവർവ്യൂ ഉള്ള ചിത്രമാണ് ഈ പ്ലാനറ്റിൻ്റെ ചിത്രം. നാം ആദ്യം കണ്ട ആ വെള്ളം ഫിൽട്ടർ ചെയ്ത് ഫൈനലി ഈ ഒരു അവസ്ഥയിലേക്കാണ് എത്തുന്നത്. ഇനി സ്ഥാപനത്തിൻ്റെ മറ്റു വീഡിയോയിലേക്ക് കടക്കാം. കുട്ടികൾക്ക് പള്ളിയിൽ ഇരുന്ന സമയമാണ്, അപ്പോൾ നമുക്ക് ഓരോന്ന് വിശേഷം അന്വേഷിക്കാം. അങ്ങനെ അസ്സലാമു അലൈക്കും. പേരെന്താണ്? നിഹാൽ. എവിടെ പഠിക്കുന്നത്? ഇവിടെ സ്കൂളിലെത്ര പഠിക്കുന്നത്? 8ാം ക്ലാസ്സിൽ. എന്നും പള്ളിയിൽ വരും? ജമാഅത്തെ നിസ്കരിക്കും. മാഷാ അല്ലാ, ആയിക്കോട്ടെ, വർക്കത്തെ. മാഷാ അല്ലാ. മറ്റു സ്കൂളുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇവിടുത്തെ മർക്കസ് കുട്ടികൾ കൃത്യമായി ജമാഅത്തിന് വരും. പിന്നെ ഇവിടുന്നാണ് നിസ്കരിക്കൽ എന്ന് പറഞ്ഞപ്പോൾ ഒരു എക്സൈറ്റഡ് ആയി. കാരണം കുട്ടികളൊക്കെ പേച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലും ദീനി ഷിയാറ് മുറുകെ പിടിച്ചുകൊണ്ട് സ്കൂളിൽ വരികയും അതുപോലെ തന്നെ നിസ്കാരത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത് വലിയൊരു സന്തോഷമായൊരു കാര്യം കൂടി ഞാൻ പ്രത്യേകം അറിയിക്കുകയാണ്. അൽഹംദുലില്ലാ, അങ്ങനെ നിസ്കാരങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഇവിടുന്ന് തിരിക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.